കാനഡയിൽ ഇന്ത്യക്കാർക്കെതിരെ വംശീയാധിക്ഷേപം വർദ്ധിക്കുകയാണ്. ഇതിന്റെ ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം ഒന്റാറിയോയിലെ ഒരു മക്ഡൊണാൾഡ്സ് സ്റ്റോറിൽ നടന്ന സംഭവമാണ്. വെളുത്ത വർഗ്ഗക്കാരനായ ഒരു യുവാവ് ഇന്ത്യക്കാരനായ ജീവനക്കാരനോട് വംശീയാധിക്ഷേപം നടത്തുന്ന വീഡിയോ ആണ് പുറത്തു വന്നത്. ഒന്റാറിയോയിലെ ഓക്വില്ലയിൽ നടന്ന ഈ സംഭവം സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുകയാണ്. ഒക്ടോബർ 26-നാണ് സംഭവം നടന്നതെന്നാണ് റിപ്പോർട്ട്. നിങ്ങളുടെ രാജ്യത്തേക്ക് തിരിച്ചു പോകൂ, നിന്റെയൊക്കെ ഇന്ത്യൻ എന്നിങ്ങനെ അസഭ്യവർഷത്തിൽ ആക്രോശിക്കുന്ന യുവാവിനെ വീഡിയോയിൽ വ്യക്തമായി കാണാം. ഒരു സ്ത്രീ ഇത് ചോദ്യം ചെയ്തപ്പോൾ അയാൾ വീണ്ടും അധിക്ഷേപിച്ചു. സംഭവത്തിൽ കനേഡിയൻ പോലീസ് എന്തെങ്കിലും നടപടി സ്വീകരിച്ചിട്ടുണ്ടോ എന്ന് വ്യക്തമല്ല. സംഭവത്തെ അപലപിച്ച് സമൂഹ മാധ്യമങ്ങളിലൂടെ പലരും എത്തി. ചിലർ ഇതിനെ പിന്തുണച്ചും രംഗത്തെത്തിയിട്ടുണ്ട്. സംഭവത്തിനെതിരെ ശക്തമായ പ്രതികരണവുമായി ഒരു കനേഡിയൻ പൗരൻ കുറിച്ചത് ഇങ്ങനെയാണ്: ഇത് ഭയങ്കരമാണ്, ഇതെന്റെ ജന്മനാടാണ്, നമ്മുടെ സമൂഹത്തിൽ ഇതിനൊന്നും സ്ഥാനമില്ല. അവരെല്ലാം ഓർത്ത് ലജ്ജിക്കുന്നു. അവർക്കെതിരെ നിലകൊണ്ടതിനും അവരെ പ്രശസ്തരാക്കിയതിനും ജീവനക്കാരന് അഭിനന്ദനങ്ങൾ. മറ്റൊരാളുടെ കമന്റ് ഇപ്രകാരമാണ്: അദ്ദേഹം എല്ലാ വെള്ളക്കാരായ പുരുഷന്മാരെയും പ്രതിനിധീകരിക്കുന്നില്ല. നമ്മളിൽ വെറുക്കുന്നവരും സ്നേഹിക്കുന്നവരുമുണ്ട്. സ്ത്രീ ഒരു മികച്ച കാര്യം ചോദിച്ചു. യുവാവിനോട് അവിടെ ജോലി ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് മറുപടി നൽകി. കാനഡയിൽ കുടിയേറ്റ വിരുദ്ധ വികാരങ്ങളും വിദേശീയരോടുള്ള വെറുപ്പും വർദ്ധിച്ചു വരുന്നതിന്റെ ഒടുവിലത്തെ ഉദാഹരണമാണ് ഈ സംഭവം. ഈ മാസം ആദ്യം ഒന്റാറിയോയിലെ ഒരു ജനപ്രതിനിധിക്ക് സമാനമായ അനുഭവം നേരിടേണ്ടി വന്നിരുന്നു. ഒന്റാറിയോ പ്രൊവിൻഷ്യൽ പാർലമെന്റ് അംഗമായ ഹർദീപ് ഗ്രെഗ്വാളിനാണ് ദുരനുഭവം ഉണ്ടായത്. മസ്കോക്കയിൽ കുടുംബത്തോടൊപ്പം ഐസ്ക്രീം കഴിക്കുന്നതിനിടെ എത്തിയ 2 പേരിൽ ഒരാൾ ഹേ ടർബൻ തലയ വീട്ടിൽ പൊയ്ക്കോ എന്ന് വിളിച്ചു പറഞ്ഞെന്നും മറ്റൊരാൾ നിങ്ങളെല്ലാം മരിക്കണമെന്ന് പറഞ്ഞെന്നും അദ്ദേഹം പറഞ്ഞു. സെപ്റ്റംബറിൽ ഗ്രേറ്റർ ടൊറന്റോ ഏരിയയിലെ മിസിസാഗ പട്ടണത്തിൽ ചിൽഡ്രൻസ് പാർക്കിനടുത്തുള്ള പ്രധാന സ്ഥലത്ത് ഇന്ത്യൻ എലികൾ എന്ന് എഴുതിയ ഗ്രാഫിറ്റി പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഈ സംഭവത്തിൽ 29-കാരിയെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. മുൻപ് ഏറ്റവും കൂടുതൽ കുടിയേറ്റ സൗഹൃദപരമായ പാശ്ചാത്യ രാജ്യങ്ങളിൽ ഒന്നായിരുന്ന കാനഡയിൽ നിലവിലെ അന്തരീക്ഷം അതിന് വിപരീതമാണ്. വിദേശീയ വിരുദ്ധ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകളുടെ കുടിയൊഴിപ്പിക്കൽ ആഹ്വാനങ്ങൾ കഴിഞ്ഞ 3 വർഷമായി കാനഡയിൽ വർദ്ധിച്ചു വരികയാണ്. അസോസിയേഷൻ ഫോർ കനേഡിയൻ സ്റ്റഡീസിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു സർവേയിൽ പുതിയ കുടിയേറ്റക്കാർ ആവശ്യമില്ലെന്നാണ് 60% കനേഡിയക്കാരുടെ അഭിപ്രായമെന്നാണ് റിപ്പോർട്ട്. കാനഡയിലേക്കുള്ള ഇന്ത്യൻ കുടിയേറ്റം കൂടി വിശദമായി നോക്കാം. കാനഡയിലേക്ക് ഏറ്റവും കൂടുതൽ കുടിയേറ്റക്കാരെ അയക്കുന്ന രാജ്യം ഇന്ത്യയാണ്. സ്റ്റാറ്റിസ്റ്റിക്സ് കാനഡയുടെ റിപ്പോർട്ട് അനുസരിച്ച് 2016-നും 2021-നും ഇടയിൽ കാനഡയിലേക്ക് വന്ന കുടിയേറ്റക്കാരിൽ 18.6% ഇന്ത്യക്കാരായിരുന്നു. ഈ 5 വർഷ കാലയളവിൽ 2,46,000-ലധികം ഇന്ത്യക്കാർ കാനഡയിലേക്ക് കുടിയേറി. സമീപ വർഷങ്ങളിൽ ഈ സംഖ്യ കുത്തനെ ഉയർന്നു. 2013-നും 2023-നും ഇടയിൽ കാനഡയിലേക്കുള്ള ഇന്ത്യൻ കുടിയേറ്റം 326% വർദ്ധിച്ചു. 2013-ൽ 32,828 ആയിരുന്നത് 2023-ൽ 1,39,715 ഉയർന്നു. ഏകദേശം 1.35 ദശലക്ഷം കനേഡിയൻ പൗരന്മാർ ഇന്ത്യൻ വംശജരാണ്. ഇത് മൊത്തം ജനസംഖ്യയുടെ ഏകദേശം 3.5%. മിക്ക ഇന്ത്യൻ കുടിയേറ്റക്കാരും ഒന്റാറിയോയിലാണ് താമസിക്കുന്നത്. കൂടാതെ ബ്രിട്ടീഷ് കൊളംബിയയിലും ആൽബർട്ടയിലും ഇന്ത്യക്കാർ താമസിക്കുന്നുണ്ട്.